വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ഇതൊക്കെ കാണിക്കാന്നുള്ളൊരു പ്ലാനിലാണ് വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇതാണ് എന്റെ സുന്ദരി പാത്തുമ്മ. കൂർക്കം വലിച്ചിട്ടാന്ന് ഉറങ്ങുന്നത്. ഇങ്ങനെ കൂർക്കൊന്നും വലിക്കുന്നില്ലല്ലോ. എങ്ങ് കേൾക്കുന്നുണ്ടാ? ഇല്ല അല്ലെ? സുന്ദരി പാത്തുമ്മാരെ കണ്ണെല്ലാം ഇങ്ങനെ കണ്ണുണ്ടോ? കണ്ണ് ഡോക്ടർ കാണിക്കാനുണ്ട്, നാളെ കാണിക്കാം എന്തായാലും. സുന്ദരി മൂക്കടിയുന്നുണ്ടോ? മൂക്കടിയുന്നുണ്ട്. അപ്പൊ നമുക്ക് സുന്ദരിക്ക് മൂക്കിന് മരുന്ന് ഒറ്റിച്ചു കൊടുക്കും ഗൈസ്. പിന്നെ സുന്ദരിനെ നമ്മൾ കടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഹൈറ്റില്ല കടത്താം. ഇത് കാണുന്നില്ല ഓൾ എങ്ങനെയാ കടന്ന്. അത് മാത്രല്ല സുന്ദരിക്കായിട്ട് ഒരു കുഞ്ഞിയുണ്ട്. അപ്പൊ എന്താക്കും, ഇതെടുത്തിട്ട് ഇങ്ങനെ ചെരിച്ച് കിടത്തും. ഈ ചെരിച്ച് കിടത്തി കഴിഞ്ഞാലുള്ള പ്രത്യേകത പറഞ്ഞാൽ സെക്രേഷൻസ് വരുന്ന സമയത്ത്, സെക്രേഷൻസ് എന്ന് പറഞ്ഞാല് കഫമില്ലേ, എന്തെങ്കിലും കുറുകുറുപ്പെല്ലാം വന്ന് അപ്പൊ ഇത് ഇതിലേ കൂടി ഒഴുകിപ്പോവും. അപ്പൊ എന്താവൂല, അങ്ങനെ ബിതുങ്ങൂല. ബിതുങ്ങാത്ത സമയത്ത് എന്താവും, ഓൾക്ക് കുഴപ്പമുണ്ടാവില്ല. എന്തായാലും ഗൈസ്, എപ്പോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നതിന് കുറച്ച് നമ്മളെ ഡെയിലി വ്ലോഗെല്ലാം ചെയ്യാം. ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. സത്യത്തില് ഞാൻ എവിടെ പോവാന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ പോകുന്നു. പിന്നെ അവിടെ പോകുന്നു ഹോസ്പിറ്റൽ അല്ലാതെ വേറെ എവിടെ പോയിട്ട് സർജറി കഴിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്താണ് വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു മരം കൊള്ളിയുണ്ട്. ആ മരം കൊള്ളി ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. സൺസ്ക്രീൻ ഒരിക്കലും ഇങ്ങനെ ഇടാൻ പാടില്ല, അത് വേറെ റോങ് മെത്തേഡാണ്. സാറല്ല, എനിവേ ഇങ്ങനെല്ലാം ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് നോക്കി നോക്കാം അല്ലെ? ഓക്കെ ബ. അപ്പൊ ഗായ്സ്, പഠനയിലേക്ക് പോന്ന്. ഇന്നലെ പോയിന്, ഇന്നും പോണെന്ന് പറഞ്ഞ്. പിന്നെ പരിയാരം പോയ മുതലേ ഹോസ്പിറ്റലിലായതുകൊണ്ട് അതൊരു പുത്തരിയല്ല ഗൈസ്. വീണ്ടും പഠനയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയെന്ന്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷം കാണാലോ. ബാ. ഇതാണ് എൻ്റെ മനോഹരമായ ഗ്രാമം. ഗ്രാമം ഒന്ന് ടേൺ ചെയ്ത് കാണിച്ചു കൊടുക്കൂ. നല്ല വിശാലമായ റോഡില്ലാത്തൊരു ഗ്രാമമാണ്, പക്ഷെ അടിപൊളിയാണ്. എന്താ പറയണ്ടേ, പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു മനോഹരമായ ഒരു ദ്വീപിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നത്. ഇവിടുന്ന് ടൗണിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം നമുക്ക് ഈ ഒരു നാട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശുദ്ധമായ വായു, സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ നാടൊന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് കാണിച്ചു കൊടുക്കണം. കണ്ടോ, ചെറിയ ചെറിയ വീടുകളും നല്ല ആംബിയൻസ് ആണ്. അതിപ്പോ ഈ ഭാഗത്തെല്ലാം നിറച്ച് വീടുകളൊക്കെ വന്ന് ഇതുപോലെയൊന്നല്ല ഉണ്ടായത് മുമ്പ്. അടുത്തടുത്ത് വീടുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ദ്വീപ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇവിടെ കവ്വായി കായലാണ് നമ്മളത് വരുന്നത്. അപ്പം കായലിന്റെ ഒരു ഭാഗത്ത് ഒരു പോർഷൻ. അപ്പൊ നമ്മൾ ഏകദേശം ഇവിടെ 300-400 വീടാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിനെല്ലാം കറക്റ്റ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ഇടുക. അപ്പം ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവില്ല, നമ്മൾ താഴെ തീരദേശ റോഡുണ്ട്, അതിലേ കൂടി പോയി കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അതിന്റെ വ്യൂ കാണും. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ നാടിനെ കുറിച്ചിട്ടുള്ളൊരു വ്ലോഗ് എന്തായാലും ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്കിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി നോക്കാം. ഓക്കെ ഓക്കെ ഗായ്സ്, ഇതാണ് നമ്മളെ തെക്കേക്കാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ബസ് വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. ഇപ്പൊ ഞാനാണെങ്കിൽ ദൂരെ നിർത്തിയിട്ടില്ല, എന്നെ കൊണ്ട് കയ്യിലായില്ലേ കൂടി ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് എന്നുള്ളത്. ആ ബസ് പോട്ടെ എന്നിട്ട് ഞാൻ എടുക്കാന്നില്ല മൈൻഡ് സെറ്റില്ല ഞാൻ ബാക്കോട്ട് നിർത്തിയിട്ടുള്ളത്. ഇപ്പം ഓട്ടോവും അതൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയണ്ട്, പോകുന്ന സമയത്ത് വല്ല വണ്ടിയായിട്ട് മുട്ടോന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഗൈസ്, എൻ്റെ കൂടെ ഇല്ല വ്യക്തിയുടെ വിചാരം എനിക്ക് കണ്ണാണില്ല, ശരിക്കും കണ്ണാണെന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് നമുക്കില്ല ആദ്യമുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. പക്ഷെ പഠനത്തെ ഈ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത ഭയങ്കര ക്ലീനാണ് ഗൈസ്.
ഭയങ്കര ക്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലീനിങ്ങിന് എന്തോ അവാർഡെല്ലാം മുമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഹോസ്പിറ്റലിന്റെ ഇതൊക്കെ കാണാം. ഒരു രസമല്ലേ ഇതൊക്കെ. ജസ്റ്റ് എടുത്ത അപ്പൊ നമ്മളെ വൃത്തിയില്ല ഹോസ്പിറ്റൽ നിങ്ങളെല്ലാവരും കണ്ടോ ഗൈസ്? ഇതാണ് നമ്മൾ വൃത്തിയില്ല ഹോസ്പിറ്റൽ. അയാൾക്ക് മനസ്സിലായി വ്ലോഗ് ചെയ്യുന്ന. നോക്കട്ടെ പള്ളിക്കെട്ടുന്ന പള്ളിക്കെട്ടല്ല വേറെ വരാ പള്ളി. നോക്കട്ടെ നാടൻ ടൈപ്പ് നെയ്ച്ചോറും ബീഫ് കറിയും എങ്ങനെ നോക്കാം. ഇത് നമ്മളെ നേർച്ചന്റെ ചോറ് പൊളിച്ച് നേർച്ചന്റെ ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണോക്കി നോക്കി തന്നെ ഉണ്ടാവൂലേ? കണ്ണോക്കി നിങ്ങൾ തന്നെ വെക്കലേ പരിപ്പറിയും ഇതും. ഞാൻ കണ്ണോക്കി പോയാ തിന്നില്ല. അപ്പൊ ഷെയറ കണ്ണോക്കിന് പോയ തിന്നല്ല സെൽഫിയ. കണ്ണോക്കിന് പോകുന്ന ഗ്യാസിലോ തന്നെ അല്ല തിന്നാനല്ല. ഞമ്മ ചെറുപ്പത്തിലെ ഇപ്പൊ പോക്കില്ല കേട്ടോ. ഇപ്പൊന്ന് വെച്ചാല് കുറച്ച് വിവരം വെച്ചോണ്ട് കണ്ണോക്കിന് പോയി കഴിഞ്ഞാൽ യാസിനും ഒരുപാട് അടന്നു പോകും. ചോറയിക്കൂല, ശരിയല്ല. അതുകൊണ്ട് നമ്മൾ ഫുഡിന്റെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ വിശാലമായിട്ട് ഒന്നും കൊടുക്കുന്നുണ്ട്.